ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണെന്നും ഇ.ഡി. ആരോപിച്ചു. എസ് ശരൺ നമുക്കൊപ്പം. ശരൺ, വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു നിർത്തുകയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? സുജയ, അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇ.ഡി. സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയത്. അതായത് ഇ.ഡിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയായിക്കൊണ്ട് കേസെടുത്തിരുന്നത്. അതിൽ ഇതുവരെയും ഇ.ഡിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. അത് വാർത്താക്കുറിപ്പായിട്ട് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് ഇ.ഡി. വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പരാതിക്കാരനായ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നുള്ളതാണ് ഇ.ഡി. പറയുന്നത്. അനീഷ് ബാബു നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള വിചാരണയാണ്. ഇതിനകം തന്നെ PMLA കേസിലെ പ്രതിയാണ് അനീഷ് ബാബുവിനെതിരെ നേരത്തെ തന്നെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇ.ഡി. ശക്തമായ നടപടികളിലേക്ക് പോവുകയാണ്. ആ കേസ് അന്വേഷണം വഴിതിരിച്ചു വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനീഷ് ബാബു ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇ.ഡി. വിശദീകരിക്കുന്നത്. എന്തായാലും ഇ.ഡി. നടത്തുന്നത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിചാരണ എന്നതാണ് ഇ.ഡിയുടെ വാദം. എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.